സ്വാമി, നമ്മൾ ഈ നാഗ സന്യാസിമാർക്കെതിരെ ഇപ്പോൾ ഭയങ്കര ചർച്ചകൾ വരുന്നു. അതിൽ മാർഗദർശന മണ്ഡലത്തിൻ്റെ നിലപാടെന്താ? നാഗസന്യാസിമാരെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിൻ്റെ ദശനാമ സമ്പ്രദായങ്ങൾക്കകത്ത് എല്ലാ ദശനാമ സമ്പ്രദായങ്ങൾക്കകത്തു നിന്ന് നാഗസന്യാസിമാരുണ്ടാകുന്നുണ്ട്. ഈ നാഗസന്യാസിമാരാണ് വാസ്തവത്തിൽ നമ്മുടെ ധർമ്മത്തിൻ്റെ കാവൽ ഭടന്മാരായിട്ട് വർദ്ധിക്കുന്നത്. പണ്ട് ഏത് സമയത്ത് ധർമ്മത്തിന് പ്രതികൂലമായ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ, ധർമ്മത്തെ നശിപ്പിച്ചുകൊണ്ട് അധർമ്മം വാഴ്ച നടത്താൻ ശ്രമിക്കുന്നുണ്ടോ, ആ സാഹചര്യങ്ങൾ എല്ലാ സമയത്തും ഇപ്പം മുഗളന്മാർക്കെതിരെ ബാബർക്കെതിരെ ഔറംഗസീബിനെതിരെ എല്ലാവർക്കും എതിരെ ഈ പറയുന്ന നാഗസന്യാസിമാർ പോരാടിയിട്ടുണ്ട്. അവർ ജീവൻ ത്യജിച്ചും ധർമ്മത്തെ രക്ഷിക്കും എന്ന നിശ്ചയബുദ്ധിയുള്ളവരാണ്. അതുകൊണ്ട് തന്നെ അവർ ശാസ്ത്ര പാണ്ഡിത്യത്തെക്കാൾ അധികം, അവർ ശാസ്ത്ര പഠനത്തെക്കാൾ അധികം സാധനയ്ക്കും അതുപോലെ തന്നെ കായികമായ ബലം നേടുന്നതിനും അഭ്യാസങ്ങൾ നേടുന്നതിനും ഒരു കളരി രൂപത്തിലാണ് നാഗസന്യാസിമാരുടെ പ്രവർത്തനം. അത് ധർമ്മത്തിന് വേണ്ടിയിട്ട് ഉള്ള പ്രയത്നത്തിന് വേണ്ടി മാത്രമേ അവരവരുടെ കായിക ശക്തികളും ബുദ്ധിശക്തിയും വിനിയോഗിക്കുകയുള്ളൂ. അതാണ് നമ്മളെ അവരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത്. അവർ ധർമ്മത്തിന് വേണ്ടിയിട്ട് പോരാടാനും മരിച്ചു വീഴാനും തയ്യാറായിട്ടുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഭാരതം എന്നും എല്ലാ കാലത്തും ഏറ്റവും അധികം വണങ്ങേണ്ട ഒരു വിഭാഗമായിട്ടാണ് വാസ്തവത്തിൽ നാഗസന്യാസിമാർ നിൽക്കുന്നത്.